മാലിയിൽ കുര്യൻ കോർപ്പിസ്കോപ്പ അവറുകൾ, സഹവികാരി നിയുക്ത കോർപ്പിസ്കോപ്പ വേങ്കടത്ത് തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട കണ്ടാത്രി അച്ഛൻ, പ്രിയപ്പെട്ട മൂലയിൽ സോബി അച്ഛൻ, പ്രിയപ്പെട്ട മാത്യു വടക്കേപ്പറമ്പിൽ കുര്യൻ മാത്യു അച്ഛൻ, ബഹുമാനനായ നൈനാനച്ഛൻ, ഏറെ ബഹുമാനനായ എൻ്റെ കോട്ടയിലച്ഛൻ. അച്ഛൻ്റെ പാട്ട് കേട്ടപ്പോൾ ഞാൻ ഈ സത്യം പറഞ്ഞ ഇവിടുന്ന് ഞാൻ എവിടെ ആയിപ്പോയെന്നറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ പിതാവായ ചെറിയാനച്ഛൻ ഞാനും ഒരുമിച്ച് പള്ളി നടത്തുമ്പോഴാണ് ആകസ്മികമായി അദ്ദേഹത്തെ ദൈവം വിളിച്ചുകൊണ്ടുപോയി. അതിനുശേഷം മലങ്കര സഭയും പ്രത്യേക കോട്ടയം ഭദ്രാസനവും ദുഃഖാർത്ഥരായിത്തീർന്നു. ഇപ്പോൾ അത് മാറി. അതേ രൂപഭാവത്തിൽ അതേ പ്രാപ്തി മകനെ ദൈവം വളർത്തിയെടുത്തു. അച്ഛൻ്റെ ആത്മാവ് ഈ മകൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്യ കുര്യൻ മാലിയിൽ കോർപ്പിസ്കോപ്പ അച്ഛൻ പരിശുദ്ധ അന്ത്യോക്യ പാത്രിക്കീസിനാലെ കോർപ്പിസ്കോപ്പ വഴിക്കപ്പെട്ടവനാണ്. ആ ഒരു ഭാഗ്യം ഇവിടെ ആർക്കും തന്നെ അധികം ലഭിച്ചിട്ടില്ല. കുന്നംകുളത്തുള്ള മാണിയച്ചൻ പാത്രികസ് വാഴിച്ചതാണ്. പിന്നെ ആരെയും എനിക്കറിയില്ല പരിശുദ്ധ പാത്രികസ് ബാബ വാഴിച്ചത്. ആ ഒരു ഭാഗ്യവാനാണ് മാലി കുര്യനച്ചൻ. ഇനിയിപ്പോൾ വേങ്കടത്തച്ഛൻ ആരാകാൻ പോവുക? വെരി ഗുഡ് അല്ലേ? മണ്ടുകാട് മേഖലയിലെ തകർപ്പനായ ഒരു ആധ്യാത്മിക ഗുരുശ്രേഷ്ഠൻ മാത്രമല്ല, അത് നിങ്ങൾക്കറിയാവോ, അദ്ദേഹം ഒരു ഗുരുശ്രേഷ്ഠനാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ഔഭൗമികമായി ജ്ഞാനം നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനമാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. നന്നായി വരട്ടെ. എൻ്റെ പ്രണോയ് അച്ഛൻ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ എൻ്റെ ബലം. 9 ദിവസങ്ങൾ കടുത്ത പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ അത്യപൂർവമായ ആത്മീയ കൃപയുടെ ബാഹുല്യം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ വലം കൈ പിടിച്ചത് എൻ്റെ പ്രണോയ് അച്ഛനാണ്, കൊച്ചച്ഛനാണ്. 32 വയസ്സ് പ്രായമുള്ളൂ. പക്ഷേ ശുഷ്കാന്തിയിൽ അഗ്രഗണ്യനാണ്. ഇനി ഇവിടെയൊക്കെ വരണ അച്ഛൻ എല്ലാം നടക്കും. ദൈവം തക്ക സമയത്ത് ചെയ്യും. എൻ്റെ പ്രിയമുള്ളവരെ, മർത്തശുമോനിയമ്മയുടെ പെരുന്നാൾ അനുഗ്രഹീതമായി മുൻപ് എന്നതിനേക്കാൾ ശ്രേഷ്ഠമായി നിങ്ങൾ ഈ കൊല്ലവും നടത്തുന്നു എന്നതിൽ ദൈവത്തിന് സന്തോഷമുണ്ട്. കാരണം താൻ സ്നേഹിച്ച് തന്നെ സ്നേഹിച്ച് തനിക്കായി ജീവൻ വെച്ചു ലോകത്തെയും മാതാപിതാക്കളെയും മക്കളെയും ലൗകിക സ്ഥാനമാനങ്ങളെയും തനിക്കുള്ളതെല്ലാം പരിത്യജിച്ച് സത്യദൈവത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടേത് മാത്രമല്ല, ആഗോള സുറിയാനി സഭയുടെ മാണിക്യരത്നമായി മാറ്റപ്പെട്ട മർത്തശുമോനി അമ്മയും അനുസരണമുള്ള 7 ആൺമക്കളും അവരെ ആ രീതിയിൽ അഭ്യസിപ്പിച്ചെടുത്ത വന്യവയോധികനായ ഗുരു ഏലിയാസ്രം ഇന്ന് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്ക് ഉപേക്ഷിച്ചൊഴിവാക്കാൻ പാടില്ലാത്ത മാണിക്യരത്നമായിട്ട് മാറ്റപ്പെട്ടു. സഭയുടെ ഏക രക്തസാക്ഷിണിയാണ് മർത്തശുമോനി അമ്മ. എന്തുകൊണ്ടോ കാലങ്ങൾ വളരെ കടന്നുപോയെങ്കിലും നമ്മുടെ സഭയിൽ അമ്മയുടെ ജീവൽ ത്യാഗം അധികമാർക്കും അറിയാൻ പാടില്ലാതിരുന്നു എന്നത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് അത് ഭൂലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ 12 സ്ഥലത്ത് ഇപ്പം അമ്മയുടെ പള്ളികളുണ്ട്. പത്തനംതിട്ടയും ഇലിയത്ത് തിരുമേനി അമ്മയുടെ ഒരു നല്ല പള്ളി വെക്കുന്നുണ്ട്. മസ്കറ്റിലായി, ബഹ്റൈനിലായി, അതുപോലെ തന്നെ മർത്തശൂനി അമ്മയുടെ നാമത്തെ പൊൻകുന്നത്തെ പള്ളി അമ്മയുടെ ഒരു ത്രോണോസ് അവിടെയുണ്ട്.
ഓർത്തഡോക്സുകാർക്ക് പലയിടത്തുമായി. പുതുപ്പള്ളി പള്ളിയിലെ ഒരു ത്രോണോസ് മർത്തശൂന്യമിടതാണ്. ഈ അമ്മ എത്രയോ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളാണ് എന്ന് നിങ്ങൾക്കറിയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യേശുക്രിസ്തുവിന് 136 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യോക്യാസിനാലെ അരിങ്കൊല ചെയ്യപ്പെട്ട അമ്മയും മക്കളും ഗുരുവും ഇന്നും ജീവിക്കുന്നു. അവർ ജീവിക്കുന്നു എന്നുള്ളതിന് എത്രയോ ദൃഷ്ടാന്തങ്ങൾ, ജീവിക്കുന്ന സാക്ഷികളും നാനാജാതി മതത്തിൽപ്പെട്ടവർ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഇന്നും ജീവിക്കുന്നു. അനുഭവങ്ങൾ നിങ്ങൾക്കും ഇഷ്ടംപോലെ നിറപടിയായിട്ട് പറയാനുണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. 71 വയസ്സായി എനിക്ക്. ഏതാണ്ട് 50ഓളം വർഷം പൗരോഹിത്യത്തിൽ ഇത്ര ബലവത്തായിട്ട് നിർത്തുവാനായിട്ടുള്ള ശക്തി എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ എന്നൊന്ന് വിളിച്ചാൽ അപ്പം അമ്മ അടുത്ത് വരും. കാരണം അമ്മ അചഞ്ചലമായ ദൈവഭക്തിയുടെ തെളിവാണ്. ഈ ഭൂമിയിലുള്ള യാതൊന്നും അമ്മയെയും മക്കളെയും ഗുരുവിനെയും സ്വാധീനിച്ചില്ല. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ ഭാര്യയെയോ മക്കളെയോ നിലംപുരയിടങ്ങളെയോ നിങ്ങൾ ഏതെങ്കിലും ഒന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. എന്നേക്കാൾ അധികമായി ഒരു പ്രേരണയും അമ്മയുടെ അടുത്തിൽ നടന്നില്ല. ഏതെല്ലാം തരത്തിൽ അന്ത്യോക്യസ് അമ്മയെ പ്രേരിപ്പിച്ചു. അചഞ്ചല ധൈര്യത്തോടെ അമ്മ നിലനിന്നു. ആ മക്കളെ കണ്ടു പഠിക്കണം. 7 മിടുമിടക്കന്മാരായ ആൺമക്കള് അമ്മയുടെ കൺമുമ്പിൽ വെച്ച് ഓരോ കുഞ്ഞുങ്ങളെയും വെട്ടിഞ്ഞുറുക്കെ കഷണങ്ങളാക്കി വറചട്ടിയിലും എണ്ണയിലുമായി വറുത്തെടുക്കുമ്പോഴും അടിപതറാതെ നിലനിന്നു. ഭീകരപ്പീഡയെ ഭയന്നില്ല, അടിപതറിയില്ല. പക്ഷെ അവസാനം അമ്മയ്ക്ക് സങ്കടം വന്ന ഒരു വാക്ക് അവിടെയുണ്ട്. എൻ്റെ മക്കളെ, എൻ്റെ ഉദരത്തിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനല്ല മക്കളെ, അത് നമ്മുടെ ദൈവമാണ്. ആ യഹോവ നിങ്ങളെ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞ് ബലം കൊടുത്ത് ധൈര്യം കൊടുത്ത് ഓരോ മക്കളെയും കൊല്ലാൻ പ്രേരിപ്പിച്ചപ്പോഴും ആ കുഞ്ഞുങ്ങൾ ഭയന്നോടിയില്ല. അമ്മയുടെ വാക്ക് വിശ്വസിച്ചു. വിശ്വാസമാണ് എല്ലാത്തിനും ബലം നൽകുന്നത്. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. ഇപ്പോൾ നമ്മുടെ ജോൺസച്ചൻ പാട്ടുപാടി ആ മഹാരക്തസാക്ഷി മരണങ്ങൾ എല്ലാം വിശ്വാസത്തിൽ നിന്നാണ്. ദാര്യാവേശ് മഹാരാജാവ് ദാനിയേലിനെ കൊല്ലാൻ ആഗ്രഹിച്ചില്ല. ദാര്യാവേശ് മഹാരാജാവിൻ്റെ സ്നേഹിതനാണ് ദാനിയേൽ. സുന്ദര സുമുഖനായ, ആരും ഒന്നുകൂടെ നോക്കുന്ന ദൈവിക ചൈതന്യം വഴിഞ്ഞൊഴുകുന്ന വിശുദ്ധനായ ദാനിയേലിനെ ദാര്യാവേശ് കൊല്ലാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. പക്ഷേ രാജാവിൻ്റെ മഹത്തുക്കൾ സ്വസ്ഥത കൊടുക്കാതെ അദ്ദേഹത്തിന് പേരിൽ പള്ളിയെ നോക്കി പ്രാർത്ഥിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ സിംഹക്കുഴിയിടാൻ നിശ്ചയിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് ദാര്യാവേശ് രാജാവ് അദ്ദേഹത്തെ സിംഹക്കുഴിയിലിട്ടത്. ബുഭുക്ഷയോടെ അലറുന്ന സിംഹങ്ങൾ ദാനിയേല് സിംഹക്കൂടിൻ്റെ താഴെയെത്തുന്നതിന് മുമ്പ് ചാടി വലിച്ചു കയറി അവർ തിന്നും. അതാണ് പദ്ധതി. മനുഷ്യൻ താഴെ ചെല്ലാൻ സമ്മതിക്കില്ല. വിശന്ന് പൊരിഞ്ഞ് ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുന്ന സിംഹങ്ങൾ നിലത്തൊന്ന് കുതിച്ചു ചാടും. കണ്ണ് ഗുഹയുടെ മധ്യത്തിൽ തന്നെ ചിന്തിക്കേറിക്കളയും. ദാര്യാവേശ് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. അദ്ദേഹം കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വസ്ത്രങ്ങൾ മാറി, സാധാരണ വസ്ത്രങ്ങൾ
മാത്രം ധരിച്ച് നടന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കഷ്ടമായിപ്പോയി, ഞാൻ എൻ്റെ ദാനിയേലിനെ സിംഹക്കുഴി ഇട്ട് കളഞ്ഞല്ലോ. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയില്ലേ, എനിക്ക് സമാധാനമില്ല. വെളുപ്പിനെ ഇരുട്ടുള്ളപ്പോൾ അധികാലത്ത് അദ്ദേഹം എഴുന്നേറ്റുപോയി ഗുഹയുടെ താഴെ ഇറങ്ങി ഇട്ട് താഴെ വീണ് കിടന്ന് ചതറിപ്പോയ ദാനിയേലിനെ കാണാൻ ചെന്ന് താഴെ ചെന്ന് വിളിച്ചു, ദാനിയേലേ, ദാനിയേലേ. ചോദിച്ചെന്നറിയാവോ? നീ വിശ്വസിച്ച നിന്റെ യഹോവ നിന്നെ രക്ഷിച്ചോ എൻ്റെ ദാനിയേലേ? എന്നിട്ട് അദ്ദേഹം ഒളിഞ്ഞിങ്ങനെ ഗുഹയ്ക്കിടയിലേക്ക് നോക്കുമ്പോൾ ദാനിയേൽ സുഖമായിട്ട് ഉറങ്ങുക. 2 സിംഹക്കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് മേത്ത് കയറി കമ്പിളി പൊതിപ്പിച്ച് കിടക്കുക. വേറെ 3-4 സിംഹങ്ങൾ അദ്ദേഹത്തെ പൊതിഞ്ഞ് സുഖമായിട്ട് ചൂടടിച്ച് ദാനിയേൽ ഉറങ്ങുകയാണ്. പെട്ടെന്ന് പക്ഷേ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. അഗ്നി കൊണ്ട് നിർമ്മിച്ച കൈകൾ, തീച്ചൂളയെ കുരുക്കിയെടുത്ത അഗ്നി കൊണ്ട് നിർമ്മിച്ച കൈകൾ എല്ലാ സിംഹത്തിൻ്റെയും വായടച്ചിരിക്കുന്നു. സിംഹത്തിന് വായു തുറക്കാൻ പറ്റുന്നില്ല. ദാനിയേല് വിളിച്ചപ്പോ ആർക്കും മരണഭീതി ഉണ്ടാവുമല്ലോ. എൻ്റെ യഹോവേ എന്ന് ഒന്നേ വിളിച്ചുള്ളൂ. അതിനും ഇടിമിന്നൽ പിറന്റെ വേഗതയിൽ ദൂതന്മാർ വന്ന് സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു. ദാനിയേലിന്റെ ദൈവം അവനെ രക്ഷിച്ചോ. അവനെ സിംഹക്കൂട്ടിൽ നിന്ന് റിലീസ് ചെയ്തു, പുറത്തു കൊണ്ടുവന്നു. ദാവീദ് എത്രയോ ദാനിയേൽ ജീവിച്ചു. അതൊക്കെ നമുക്ക് മറക്കാനാവുന്ന കാര്യങ്ങളാണോ? അതുകൊണ്ട് നമ്മുടെ ദൈവം അബ്രഹാമിൻ്റെ ദൈവമാണ്, ഇസഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ്. അതൊരു വിശ്വാസമാണ്. നീതിയോടെ ഭൂതലത്തെ ന്യായമതിച്ച് ഓരോരുത്തർക്കും അവനോട് പ്രവർത്തിക്കത്തക്ക ഫലം കൊടുക്കാൻ തമ്പുരാൻ അഗ്നിത്തേരിന്മേൽ എഴുന്നള്ളി വരുമ്പോൾ പുകച്ചുരളിൽ നമ്മൾ എടുക്കപ്പെടും. കല്ലറ ഭേദിച്ച് അന്ന് കാണാം നല്ലവരും ദുഷ്ടന്മാരും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും എഴുന്നേക്കും, നല്ലവർ എഴുന്നേക്കും, ദുഷ്ടന്മാർ എഴുന്നേക്കും. നല്ലവർ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, ലോകാരംഭത്തിനു മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അനുഭവിപ്പിന്ന് പറയുമ്പോൾ അഗ്നിക്കിരയായവരും എണ്ണയിൽ വറുത്തുകൊന്നവരും സിംഹം പിച്ച് ചീന്തിയവരും വാളാൽ ഛേദിക്കപ്പെട്ടവരും എല്ലാ തേജസ്കാര ഭാവത്തോടെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നത് നമ്മൾ കാണും. അത് മർത്തശൂന്യം അതിന് വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് അബ്രഹാം മരിച്ചുപോയില്ലേ? മക്ഫേല ഗുഹയിൽ അദ്ദേഹത്തെ അടക്കി. ഇസഹാക്ക്, യാക്കോബ്, ലേയ, റാഹേല് എല്ലാവരെയും മക്ഫേല ഗുഹയിൽ അടക്കിയില്ല. സാറ ഒഴികെ ബാക്കി എല്ലാവരെയും അടക്കി. സാറ കള്ളത്തരം കാണിച്ചു. യാക്കോബിന് സ്വർണം കെട്ടു, വിഗ്രഹങ്ങൾ കെട്ടു. യാക്കോബിന് ഏറ്റവും ഇഷ്ട സാറയായിരുന്നു. പക്ഷേ വഴിയരികിൽ മരിച്ചു കുഴിച്ചിട്ടു റാഹേലിനെ. പക്ഷേ റാഹേൽ സമ്മാനിച്ചു 2 മക്കൾ, 1 ജോസഫ്, 2 ബെന്യാമിൻ. ഫറവോയുടെ മന്ത്രിയായി, ധനകാര്യമന്ത്രിയായി ധാന്യങ്ങൾ ശേഖരിച്ചവൻ, മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച മോശയോട് വചനത്തോടെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശികളോട്, ഞാൻ മിസ്രയീമിലെ മന്ത്രിയായി ഞാൻ ദൈവം മരിച്ചെന്നെ അടക്കുന്നു. ദൈവം നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു ദിവസം വരും. അന്ന്
എൻ്റെ അസ്ഥി കൂടെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളണം. ഒരസ്ഥി പോലും ഇട്ടേക്കാതെ അതുകൂടെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോണം. അസ്ഥികളൊക്കെ അത്രയ്ക്ക് ബഹുമാനമുണ്ട്. അസ്ഥികൾ അത്രയേറെ ബഹുമാനിക്കപ്പെടുന്നതാണ്. അതിന് മരണമില്ല. നമ്മൾ എന്തിനാ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ആങ്ങളെയും പെങ്ങളും ഒക്കെ മരിക്കുമ്പോൾ അവരുടെ മൃതശരീരത്തിന് ചുറ്റും ധൂപം വെച്ച് വീശുന്നത്? വിശുദ്ധ സ്ഥാനത്തല്ലേ ധൂപം വെക്കൂ? നമുക്കൊരു വിശ്വാസമുണ്ട്, കർത്താവിൻ്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ജയമുള്ള അനുഗ്രഹമായ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചത് വഴി അത് നമ്മളുടെ രക്തധമനികളിൽ വിലയം പ്രാപിക്കപ്പെട്ടതിനാൽ നമ്മൾ യേശുക്രിസ്തുവിന് സമന്മാരല്ലെങ്കിലും യേശുവിനോട് താതാത്മ്യപ്പെട്ടവരാണ്. നമ്മുടെ ശരീരം വിശുദ്ധമാണ്. നമ്മുടെ ശരീരം വിശുദ്ധമാണ്. എൻ്റെ അപ്പച്ചനോ എൻ്റെ അമ്മച്ചിയോ എൻ്റെ സഹോദരനോ സഹോദരിയോ മരിച്ചു കിടക്കുന്നു, പക്ഷേ അത് വിശുദ്ധമാണ് ആ ശരീരം. അതുകൊണ്ട് നമ്മൾ അതിനെ എവിടെയാണ് കൊണ്ട് അടക്കുന്നത്? ശ്മശാനത്തിലാണോ? അല്ല. ചുടുകാട്ടിലാണോ? അല്ല. നമ്മൾ അടക്കുന്നത് സെമിത്തേരിയിലാണ്. സെമിത്തേരിയുടെ അർത്ഥം എന്നാ? ഉറങ്ങുന്ന സ്ഥലം. ഉറങ്ങുന്ന സ്ഥലമാണ്. നമ്മുടെ പുണ്യപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളും സഹോദരികളും നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോന്ന എല്ലാവരും എന്ത് ചെയ്യുന്നു? ഉറങ്ങാൻ പോകുന്നു. അതാണ് നമ്മുടെ സെമിത്തേരി പുണ്യസ്ഥലമാണെന്ന് പറഞ്ഞത്. ഭടന്മാരെ ഭയന്ന് മരിച്ചുപോയ ചെറുപ്പക്കാരനെ വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടു ആളുകൾ. ചെറുപ്പക്കാരൻ ഉരുണ്ടി എന്ന് വീണത് ഏലീശായുടെ കബറിലേക്ക്. ഏലീശായുടെ കബറിൽ നിന്ന് അത്ഭുതം പുറപ്പെട്ടു. മരിച്ചവൻ എഴുന്നേറ്റ് നിന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഉത്തമ യൗസേപ്പിന്റെ അസ്ഥി മോശ നബി ബഹുമാനിച്ചു. യൗസേപ്പിന്റെ അസ്ഥിയെ മോശ ബഹുമാനിച്ച് കൂട്ടിക്കൊണ്ടുപോന്നു. മോശയുടെ പടി ഏലിയാവിന്റെ പുതപ്പ്, സ്ലീഹന്മാരുടെ നിഴല്, ഉറുമാലും മേൽമുണ്ട്, ഇവയിലെല്ലാം ദൈവശക്തി കുടികൊണ്ടു. എങ്കിൽ നമ്മുടെ വിശുദ്ധരിൽ ദൈവശക്തി കുടികൊള്ളും. എവിടെയെങ്കിലും യേശുക്രിസ്തു ഒരാൾ മരിച്ചുപോയെന്ന് പറഞ്ഞു, യജമാനെ, ഗുരുവേ, നിനക്ക് പ്രിയനായവൻ മരിച്ചുപോയി, ലാസർ. യേശു ഒന്നും മിണ്ടിയില്ല, എഴുന്നേറ്റു. ശിഷ്യന്മാരോട് പറഞ്ഞു, വരിക, നമുക്ക് ബഥാനയിലേക്ക് പോകാം. നമ്മുടെ പ്രിയനായ ലാസർ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്. ഉറങ്ങുന്നവനെ എന്നതുപോലെയാണ് തമ്പുരാൻ കബറിൽ നിന്ന് അവനെ വിളിച്ചത്. ലാസറേ, വെറിയിൽ വരിക. ലാസർ വെളി വന്നു. അവൻ്റെ കെട്ടഴിച്ചു വിടാൻ പറഞ്ഞു, കെട്ടഴിച്ചു വിട്ടു. അവൻ എഴുന്നേറ്റ് പോയിക്കൊള്ളട്ടെ. അവൻ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചു. സിനഗോഗ് പ്രമാണി യായിറോസിന്റെ മകള് മരിച്ചുപോയി. ചങ്കത്തടിച്ച് കരയുന്നവരും നിലവിളിക്കുന്നവരും വാദ്യമേളക്കാർ കരഘോഷം മുഴക്കുന്നവരും അവിടെ ഒരു വലിയ പ്രകമ്പനം കൊള്ളിച്ചു. യേശു പറഞ്ഞു, മാറി നിൽക്ക്, സൈഡ് താ. ബാലിക മരിച്ചിട്ടില്ല, നിങ്ങൾ എന്തിനു ബഹളം വെക്കുന്നു? അവൾ ഉറങ്ങുകയാണ്. യേശു അവിടെ കയ്യെ പിടിച്ചു, ബാലികേ, എഴുന്നേൽക്ക്. അവൾ എഴുന്നേറ്റ് പോന്നു. യേശു വഴിയെ പോകുമ്പോൾ ശവം കൊണ്ടുവരുന്നു ഒരു ചെറുപ്പക്കാരൻ, ഒരു വിധവയുടെ മകൻ. കർത്താവോട് ഒന്ന് മഞ്ചത്തെ തൊട്ടു, ഏയ് ചെറുപ്പക്കാരാ, എഴുന്നേറ്റ് പോ. അവൻ എഴുന്നേറ്റ് പോയി. ആരും മരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഉറങ്ങുകയാണ്. മർത്തശ്ശൂനി അമ്മയും അമ്മയുടെ മക്കളും ഗുരുവും ഉറങ്ങുകയാണ്. അവരെ നശിപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല. അവരുടെ ആത്മാവ് ജീവന് ചൈതന്യവത്തായ സ്ഥിതിയിലാണ്. നമ്മുടെ മരിക്കുന്നവരെല്ലാം ചൈതന്യത്വ സ്ഥിതിയിലാണ്. ഈ തിരി വിളക്കെ കത്തി നിൽപ്പുണ്ട്, അതേ തൊട്ടാ പൊള്ളും, ഇരുട്ടായ വെട്ടം കാണും.
ഭക്ഷണം പാകം ചെയ്യുക, എന്തെല്ലാം ചെയ്യാം. പക്ഷെ ആ തിരിയിൽ നിന്ന് ആ ദീപനാളം വിട്ടുപോയാലോ? എവിടെ പോയി? അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു. നമ്മളങ്ങനെ പറയും. അത്രേ ഉള്ളൂ. നമ്മുടെ ആളുകൾ മരിക്കുന്നവർ യഹോവയിൽ വിലയം പ്രാപിക്കുകയാണ്. കർത്താവിൻ്റെ ത്രോണോസിന് കീഴിൽ അവർ ജീവിക്കുകയാണ്. കർത്താവ് താൻ നീതിയോടെ ഭൂതലത്തെ ന്യായം വിധിക്കുമ്പോൾ തന്നോട് കൂടെ നിര്യാണം പ്രാപിച്ചവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോരും. അവർക്ക് രൂപമുണ്ട്, അവർക്ക് കേൾക്കാൻ പറ്റും, മിണ്ടാൻ പറ്റും, പറയാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, ഒക്കെ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, ശൗൽ മഹാരാജാവ് ശമൂവേൽ മരിച്ചുപോയ പ്രവാചകനാണ്. ശമൂവേലിനെ വിളിച്ച് ദർശനം ചോദിച്ചു. ശമൂവേൽ പറഞ്ഞു കൊടുക്കുന്നു. കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റും. ഞാനും പ്രവചിച്ചോണ്ട് വരുമ്പോൾ പറയുമായിരുന്നു, നേബോ പർവ്വതത്തിൽ ഫിസ്ഗായിൽ വെച്ച് മോശ മരിച്ചുപോയി. ഏലിയാവ് ഉടനോടെ എടുക്കപ്പെട്ടു. പിന്നെ ആരാ ഒരാളൂടെ? ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനുമായി ഞാൻ 3 കൂടാരങ്ങൾ ഉണ്ടാക്കട്ടെ. മരിച്ച മോശയുടെ ഖബർ ഇപ്പോഴും ഉണ്ട്. എടുക്കപ്പെട്ട ഏലിയായെ ആരും കണ്ടില്ല. പരിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലുണ്ട്. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവം ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ജീവിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ജീവിക്കുക. ഈ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പലയിടത്തും പറയുന്നുണ്ട്, ഈ പഴം തിന്നരുത്, ഈ തോട്ടത്തിൽ നിൽക്കുന്ന നടുക്കത്തെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും. മരിച്ചോ? നോട്ടത്തിൽ മരിച്ചിട്ടില്ല. പക്ഷേ അവൻ തേജസ്കാരത്തിൻ്റെ വസ്ത്രം അവനിൽ നിന്ന് ഉരിഞ്ഞുപോയി. ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ താൻ നാണം കൊണ്ടും വിഷമിച്ചു. പാപം ചെയ്ത ദേഹി മരിക്കുന്നു. ധനവാനായ മനുഷ്യൻ പറഞ്ഞു, ഇതായി നിൽക്കുന്ന എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. പാപത്തിൽ നിബന്ധിച്ചു പോകുന്ന അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത്. അനുതാപവിവശമായ മനസ്സോടെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷം. തിരുവചനം അങ്ങനെയാ പറയുന്നത്. സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷം മനുഷ്യൻ്റെ മാനസാന്തരമാണ്. എന്തായിരിക്കും കാര്യം? ഞാൻ ചോദിക്കട്ടെ, ദൈവവും പിശാചുമായിട്ട് പിണങ്ങി അല്ലേ? ലൂസിഫർ എന്തിനാ നമ്മുടെ കർത്താവ് യഹോവയോട് പിണങ്ങിയത്? എന്തിന്? അവർ തമ്മിൽ ഒരു വഴക്കുമില്ല, ഒന്നുമില്ല. മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതാണ് പിശാചിന് ദൈവത്തോടുള്ള വെറുപ്പ്. തൊട്ടാപ്പൊട്ടുന്ന ഈ മൺകട്ടയ്ക്ക് തേജസ്സും ബഹുമാനവും നീ കൊടുത്താൽ ഇവനും ഇവന്റെ സന്തതി പരമ്പരയുള്ള കാലം ഇവരെ ഞാൻ നിനക്കെതിരെ അണിനിരത്തും എന്ന് പറഞ്ഞിട്ട് വശീകരണം, ദുർമോഹം, അഹങ്കാരം എന്നീ 3 ആയുധങ്ങളുമായി അവൻ ദൈവതിരുസന്നിധിയിൽ നിന്ന് ഭൂമിയിലേക്ക് പോന്നു. അവൻ്റെ ജോലി ഞാനും നീ മടങ്ങുന്ന നമ്മെ ദൈവത്തിങ്കൽ നിന്ന് അകറ്റുന്നതാണ്. അതാണ് അവന് സന്തോഷം. അങ്ങനെ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവം തോക്കുകയാണ് അവിടെ. ഞാൻ കാരണം എൻ്റെ ദൈവം അവിടെ തോക്കുന്നു. പിശാച് അവിടെ ജയിക്കുകയാണ്. പക്ഷേ തിരിച്ചറിവോടെ, പശ്ചാത്താപ മനസ്ഥിതിയോടെ, കണ്ണീരോടെ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. ഉറച്ച തീരുമാനം. അകലേന്ന് വരുന്ന മകനെ കണ്ടു അപ്പൻ.
സന്തോഷത്തോടെ ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. അവൻ കരഞ്ഞു, അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. എങ്കിലും എൻ്റെ അപ്പാ, നിന്റെ ഭവനത്തിലെ ഒരു കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ ആക്കി തീർക്കണേ എൻ്റെ അപ്പാ. അപ്പ പറഞ്ഞു, എനിക്കിത് മതി മോനെ, മതി. ഒന്നിലും മകനെ നീ കുലുങ്ങരുത്. എനിക്ക് നിന്നോട് യാതൊരു പകയുമില്ല. മൂത്തവനേക്കാൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് മോനെ. അതുകൊണ്ട് തന്നെ മോർണിംഗ് പോരെ. വലിയ ആനന്ദം, സന്തോഷം ആ ധനവാന്റെ കൊട്ടാരത്തിലുണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടണം. നമുക്ക് ഈ നാളിൽ മാനസാന്തരപ്പെടണം. നമ്മുടെ കൂടെ അച്ഛൻ പാടിയ പോലെ മർത്തശോനിയമ്മയും മക്കളും ഗുരുവുണ്ട്, ദാനിയേലുണ്ട്. 3 കുഞ്ഞുങ്ങളെ തീച്ചുളിൽ വലിച്ചെറിഞ്ഞില്ലേ? ശത്രുക്ക്, മേശക്ക്, അബൂദിന് 3 എണ്ണം രാജാവ് തീയിലിട്ടു. ബാക്കി കൂടെ ഇട്ടതെല്ലാം ചത്തുപോയി, കത്തിപ്പോയി, ഒറ്റ പൊടി പോലും ഇല്ല. പക്ഷേ ഈ 3 കുഞ്ഞുങ്ങൾ തീക്കത്തോട് നടക്കുക, ചാകുന്നില്ല. രാജാവ് പറഞ്ഞു, കുറച്ചുകൂടെ തീച്ചുള്ളിക്ക് ശക്തി കൂട്ട്, താപം വർദ്ധിപ്പിച്ചു. എന്നിട്ട് രാജാവ് നോക്കുമ്പം നമ്മൾ 3 പേരെയല്ലേ ഇട്ടെ? അതെ, 4 എണ്ണം ഉണ്ടല്ലോ. ആണടാ, 4 എണ്ണം. ഇതാരാണ്? അതാണ് നമ്മുടെ കർത്താവ്. നമ്മളെ ഉപദ്രവിക്കാൻ അവൻ സമ്മതിക്കില്ല. തൻ്റെ വിശുദ്ധനെ തൊടാൻ അവൻ അനുവദിക്കില്ല. വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. കല്ലേറുകൾ ഏൽക്കുമ്പോഴും സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി. എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. ദൈവപിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന സ്തേഫാനോസിനെ, ആരല്ല, നിൽക്കുന്ന യേശുവിനെ സ്തേഫാനോസ് കണ്ടു. യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ് സ്തേഫാനോസിനെ സ്വീകരിക്കാൻ. അവിടെ എന്നെ നിന്നെ സ്വീകരിക്കാൻ, മർത്തശൂമനെ അമ്മയും മക്കളെയും ഗുരുവിനെയും സ്തേഫാനോസിനെയും ഒക്കെ സ്വീകരിക്കാൻ എഴുന്നേറ്റ ദൈവം നമ്മെയും സ്വീകരിക്കും. വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കുക. പ്രിയൻ്റെ വരവിന് ഇനി കാലതാമസമില്ല. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. ഒച്ചയൊക്കെ പോയി ആകപ്പാടെ മേലാതെ നിൽക്കിയ സമയം. എന്നാലും ബഹുമാനപ്പെട്ട നിയുക്ത കോർപ്പിസ്കോപ്പ വേങ്കടത്തച്ഛനും നമ്മുടെ ഇവിടുത്തെ റോബിനും മിനഡ് മെറ്റൽസിലെ എൻ്റെ കൂട്ടുകാരായ മക്കളും, ബോബനെ മാത്രം അവിടെ കണ്ടില്ല, ബാക്കി ഇവരെല്ലാവരും കൂടി ട്രഷറി സെക്രട്ടറിയൊക്കെ സ്നേഹത്തോടെ വന്ന് ഞങ്ങൾ വർത്തമാനം പറഞ്ഞു. ഞാനിപ്പോൾ എങ്ങും പ്രസംഗിക്കാമെന്ന് പോകുന്നില്ല, പ്രായമായി. എങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മുടെ അമ്മയുടെ മഹത്വം എവിടെ വിളിച്ചു പറയുന്നു, അതെൻ്റെ അവകാശമാണ്, അത് ഞാൻ ചെയ്യും. ഇത് പുണ്യഭൂമിയാണ്. അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും ഇവിടെ നിന്ന് താനേ ഒഴുകി വരും. ഉറപ്പ്. പ്രാർത്ഥന തോറ്റുപോകാത്ത ആയുധമാണ്. സൃഷ്ടികളെ സൃഷ്ടാവോട് ബന്ധിക്കുന്ന ശൃംഖലയാണ് പ്രാർത്ഥന. ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷണനേരം നമ്മുടെ പ്രാർത്ഥന തമ്പുരാൻ്റെ അടുക്കലെത്തും. ക്ഷണനേരം മതി. നമ്മൾ വിചാരിക്കും ഇവിടെ ഞാനോ വലിയ വായിലൊക്കെ അറിയെങ്കിലേ എൻ്റെ ദൈവം കേൾക്കുള്ളൂ. അങ്ങനൊന്നുമില്ല. ദൈവം തമ്പുരാൻ ആത്മപരനാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്നു അപ്പം അത് നടന്നിരിക്കും. അതായത് ഏറ്റവും വേഗതയുള്ള വാഹനമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അത് നമ്മുടെ ആത്മാവാണ്. നമ്മൾ കണ്ണടച്ചു എന്താഗ്രഹിച്ചാലും എന്ത് ചിന്തിച്ചാലും നിമിഷ നേരം നമ്മളവിടെ എത്തിയിരിക്കും. അത് മനസ്സിൻ്റെ വേഗതയാണ്. അതുകൊണ്ട് ഭൂമിയുടെ എവിടെ ഇരുന്ന് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ നിമിഷ നേരം അവൻ നമ്മുടെ അടുക്കൽ എത്തുക തന്നെ ചെയ്യും. കേട്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട എൻ്റെ അച്ഛന്മാർക്കും എൻ്റെ ആൺമക്കൾക്കും പെൺമക്കൾക്കും
സഹോദരന്മാർക്ക് സഹോദരികൾക്കും പിതാവിനും മാതാവടക്കമുള്ളവർക്കും കുഞ്ഞോമന മക്കൾക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മീനിടം ഈ കുരിശും തൊട്ടി അനുഗ്രഹീതമുള്ള അത്ഭുത സൗധമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് തുടർന്നും 30, 60, 100 മേനി ഫലവത്തായി ഗുണകരമാകും. ധൈര്യമായിരിപ്പീൻ. ജീവിക്കുന്നവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇവർ മരിച്ചിട്ടില്ല, ഇവർ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിദ്ര പ്രാപിച്ചവരോർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതാന്നേ. ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. കാരണം കണ്ണാടിയിൽ അവ്യക്തമായി കാണുന്ന എൻ്റെ കർത്താവിനെ മരണശേഷം എനിക്ക് മുഖാമുഖം കാണാൻ കഴിയും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നെണ്ണുന്നു. മരിച്ചാലും നമ്മുടെ കർത്താവിനോടുകൂടെ, ജീവിച്ചാലും നമ്മുടെ കർത്താവിനോടുകൂടെ. അങ്ങനെ ജീവിക്കണം. ഇവിടെ നിങ്ങൾ കർത്താവിനോട് കൂടെ, ഇവിടുന്ന് പോയാലും കർത്താവിനോട് കൂടെ. ഇന്ന് കണ്ണാടിയിൽ അവ്യക്തമായി കാണുന്ന ക്രിസ്തുവിനെ അവിടെ മുഖാമുഖം കാണാം. അവിടെ ചെല്ലുമ്പോൾ മർത്തശിമോനിയമ്മ, മക്കൾ, ഗുരുവ്, എലിയാസാർ ഒക്കെ നിൽക്കുന്ന കാണും. നിങ്ങൾ ചങ്കത്തടിച്ചോടിച്ചില്ലും. എൻ്റെ അമ്മേ, കണ്ണാടിയിൽ അവ്യക്തമായി കണ്ടിട്ടുള്ളൂ. എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, ഞാൻ മുഖാമുഖം കാണുന്നു. ഓടിച്ചെന്ന് കാക്കൽ വീഴും. അതിനു മുമ്പേ അമ്മ നമ്മളെ ചേർത്ത് നിർത്തും. ഒരു അമ്മയുടെ സ്നേഹം, അമ്മയുടെ ക്ഷമ, അമ്മയുടെ സഹനം, അതിൻ്റെ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. സെൻറ്റ് സ്റ്റീഫൻസ്, സെൻറ്റ് ജോൺസ്